ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ തരാനായിട്ട് വന്നത് മറ്റൊന്നുമല്ല. ഫിംഗർ പ്രിന്റ് സെർച്ചർ വളരെ ഇങ്ങനെ കത്തി നിൽക്കുകയാണ് നമ്മുടെ സൈറ്റുകളിലൊക്കെ. ഒപ്പം തന്നെ PSC അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവരുണ്ടായിരിക്കും, എന്താണ് ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്ന് അറിയാത്തവരുണ്ടായിരിക്കും. ഇനി ഫിസിക്സ് കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഇതിനെപ്പറ്റി എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ചില ഇൻഫർമേഷൻ തരാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇപ്പം നമ്മുടെ മുമ്പിൽ ഈ പരീക്ഷ എങ്ങനെയായിരുന്നു, ഏത് രീതിയിലായിരുന്നു, എത്ര അഡ്വൈസ് പോയി എന്നൊക്കെ അറിയണം. മാത്രമല്ല, കഴിഞ്ഞ പരീക്ഷയിൽ കട്ട് ഓഫ് എത്രയായിരുന്നു, ടോപ്പ് സ്കോർ എത്രയായിരുന്നു, രണ്ട് പറയണം. അപ്പം കട്ട് ഓഫ് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം കട്ട് ഓഫ് കടന്ന് നിങ്ങൾ ലിസ്റ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ജോലിയൊന്നും കിട്ടണമെന്നില്ല. അപ്പോൾ എന്തായാലും ടോപ്പിൽ വന്നെങ്കിലേ പറ്റുകയുള്ളൂ. അപ്പം മിനിമം കട്ട് ഓഫ് മാർക്കെങ്കിലും എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞെങ്കിലേ മുമ്പോട്ടുള്ള ഒരു കാര്യം നമുക്ക് കടക്കുകയുള്ളൂ. അപ്പം PSCയുടെ തന്നെ സൈറ്റിൽ നിന്ന് ഡീറ്റെയിൽസ് എടുത്തിട്ട് നമ്മൾ അതുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയൊക്കെയായിരുന്നു, ഏതൊക്കെ രീതിയിലായിരുന്നു നിയമനങ്ങൾ. മാത്രമല്ല, ആ കഴിഞ്ഞ ലിസ്റ്റിൽ 2020 നടന്ന പരീക്ഷയുടെ ലിസ്റ്റിൽ നിന്ന് നിയമനങ്ങൾ നടക്കുന്നേ ഉള്ളൂ. അതായത് പുതിയ ലിസ്റ്റ് വരുന്നവരെ, അതായത് ഇപ്പം നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയുടെ ലിസ്റ്റ് വരുന്നവരെയും നിയമനങ്ങൾ നടക്കും. അപ്പം അത് എത്ര വരെ പോകാം, ഏത് വരെ വരാം എന്നൊക്കെ നമ്മളൊന്ന് അസസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് PSC അഡ്വൈസ് ചെയ്ത അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ടോട്ടലായിട്ട് അഡ്വൈസ് നിലവിൽ 13 എണ്ണമാണ് പോയിരിക്കുന്നത്. അതായത് നിലവിലെ അവസ്ഥയാണ്. ഇത് ഉറപ്പായിട്ടും കൂടും. 13 എന്നുള്ളത് ഈ ലിസ്റ്റിന്റെ കാലാവധി കഴിയുമ്പോഴേക്കും ഇതിന്റെ ഇരട്ടിയിൽ കൂടുതൽ എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് പൊതുവെ കണ്ടുവരുന്നത്. ഇത് അവസാനമായിട്ട് 6/12/2023 വരെയാണ് ഇതിന്റെ അഡ്വൈസുകൾ പോയതായിട്ട് കാണുന്നത്. ഇനിയും ഇതിൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന്, അതായത് യാതൊരുവിധ റിസർവേഷനും ഇല്ലാതെ എല്ലാവരും, അതായത് റിസർവേഷൻ ഇല്ലാത്തവർ, ജനറൽ, SC ST ഇങ്ങനെ എല്ലാവരെയും ഇവിടെ ഉൾപ്പെടുത്തിക്കൊണ്ട് OC അല്ലെങ്കിൽ ഓപ്പൺ കാറ്റഗറി എന്ന് പറയും. ഈ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് പോയിരിക്കുന്നത് 7ാമത്തെ റാങ്ക് വരെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇനി ഈ ഈഴവ കമ്മ്യൂണിറ്റിയിൽ 14ാമത്തെ റാങ്ക് വരെ. ഇതെല്ലാം ജനറൽ ലിസ്റ്റിൽ നിന്ന് കൂടിയാണെന്ന് ഓർക്കണം. ഇനിയും SCയിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ 1ാമത്തെ ആളിനെ നിയമിച്ചതായിട്ട് കാണുന്നുണ്ട്. മുസ്ലിമിലെ സപ്ലിമെന്ററി ലിസ്റ്റിൽ 1ാമത്തെ ആളിനെ അഡ്വൈസ് കൊടുത്തതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിലവിലെ ഒരു അഡ്വൈസിന്റെ ഒരു അവസ്ഥ ഇതിൽ കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ ലിസ്റ്റിലേക്ക് പോവാണ്. പ്രധാനമായിട്ട് പബ്ലിക് സർവീസിന്റെ കോമൺ ലിസ്റ്റിലേക്ക്. അതിൽ പ്രധാനമായിട്ടും എത്ര പേരുണ്ടായിരുന്നു? ടോട്ടൽ 35 പേരായിരുന്നു ഇതിന്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. അതായത് മെയിൻ ആയിട്ടുള്ള ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ടോട്ടൽ 35 പേരാണ്. ഈ 35 പേരിൽ 1ാമത്തെ റാങ്കായിട്ട് വന്നിരിക്കുന്ന ആൾ, അദ്ദേഹത്തിന്റെ പേര് നമ്മൾ വെളിപ്പെടുത്തുന്നില്ല. അദ്ദേഹത്തിന് ക്യാരി ഓവർ ചെയ്ത മാർക്ക് എന്ന് പറഞ്ഞാൽ 62.33 ആണ്. ഇപ്പൊ ഇന്ന് നമ്മൾ ഞങ്ങൾ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് നടത്തിയിരുന്നു. വിജയികളെയൊക്കെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ വന്നിരിക്കുന്ന മാർക്ക് ഏതാണ്ട് 64 ഏതാണ്ട് ഇതിന് തതുല്യമായിട്ടുള്ളൊരു മാർക്കാണ്. അപ്പൊ നമ്മുടെ പരീക്ഷ എത്രത്തോളം ഈ ഒരു PSCയോട് ചേർന്ന് നിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. ഏതാണ്ട് 62.33 മാർക്കാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അതായത് ടോപ്പ് 1ാം റാങ്ക് കിട്ടിയിരിക്കുന്ന വ്യക്തിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിരിക്കുന്ന മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഏറ്റവും കട്ട് ഓഫ് ആയിട്ട്, ജനറൽ കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത്, അതായത് ഏറ്റവും 35ാമത്തെ റാങ്കിൽ വന്ന ആളിന് ക്യാരി ഓവർ ചെയ്തിരിക്കുന്ന മാർക്ക് 55.33 ആണ്. മനസ്സിലായില്ലേ? 55.33 മാർക്കാണ് വന്നിരിക്കുന്നത്. അതായത് ഒരുപക്ഷെ ജനറൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 55.33 ആയിരുന്നു എന്ന് വേണം നമ്മളുടെ മനസ്സിലാക്കാൻ. അതായത് അദ്ദേഹത്തിന് ജോലി കിട്ടിയിട്ടില്ല. ജോലി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ എന്ത് ചെയ്യാം, ഇവിടെ 1ാം റാങ്കുകാരൻ, അതായത് 1ാം റാങ്കുകാരന് 62.33 ആണ്. അതായത് മാർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കട്ട് ഓഫ് കടന്നിട്ട് മാത്രം കാര്യമില്ല. മൊത്തം എത്ര പേരുണ്ട്? മൊത്തം 35 പേരെ മാത്രമേ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പോലും പറ്റിയിട്ടുള്ളൂ. അപ്പോൾ പരീക്ഷ എത്രത്തോളം ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളതിൻ്റെ ഒരു അവസ്ഥ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയും അടുത്തത് ഈഴവ തീയ ബില്ലവ കാറ്റഗറിയാണ്. ഈഴവ തില്ല ബില്ലവ കാറ്റഗറിയിൽ ഏറ്റവും ടോപ്പായിട്ട്, അതായത് ആ ഒരു കട്ട് ഓഫ്, അതായത് മറ്റേ കട്ട് ഓഫിനേക്കാളും ജനറൽ കട്ട് ഓഫിനേക്കാളും താഴെയായിരിക്കും. അതിൽ 1ാമത് വന്ന ആളുടെ മാർക്ക് 55 ആയിരുന്നു. അതിനുശേഷം അതിലെ കട്ട് ഓഫിൽ ഏറ്റവും താഴെ, സപ്ലിമെന്ററി ലിസ്റ്റിൽ ഏറ്റവും താഴെ, ഈഴവ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഏറ്റവും താഴെ വന്ന ആൾക്ക് 53 മാർക്കാണ് വന്നത്. അതിൽ പോലും എത്രയാണ്, 2 മാർക്കിന്റെ ഡിഫറൻസിൽ പോലും ഈ ഒരു മാറ്റം വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയും മുസ്ലിമാണ്. മുസ്ലിം 1നെ അഡ്വൈസ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ മുസ്ലിം എന്ന് പറയുന്ന കാറ്റഗറിയിൽ 55 മാർക്കാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. 55 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ താഴെ ഏറ്റവും ബിലോയിലായിട്ട് വരുന്ന സപ്ലിമെന്ററി മുസ്ലിം ബിലോയിലായിട്ട് 7 പേരാണുള്ളത്. അതിൽ ഏറ്റവും ബിലോയിലായിട്ട് വരുന്ന ആൾക്ക് കിട്ടിയിരിക്കുന്നത് 52.67 മാർക്കാണ്. വളരെ ചെറിയ മാർക്കിന്റെ ഡിഫറൻസിലാണ് ഇവർ തമ്മിലുള്ളത്. പക്ഷേ 7 പേരാണ് അതിനിടയിൽ വരുന്നത് ഓർക്കുക. അപ്പം ഓരോ ചെറിയ മാർക്കും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ആണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബിന്
കട്ട് ഓഫ് മാർക്കിൽ, അതായത് ഏറ്റവും ഒന്നാമത്തെ റാങ്കിൽ, അത് മൊത്തം 4 പേരാണ് വന്നിരിക്കുന്നത്. ഈ 4 റാങ്കിൽ ഏറ്റവും ടോപ്പായിട്ട് വന്നിരിക്കുന്ന ആൾക്ക് 53 മാർക്ക്, അതായത് ഇതിന്റെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഒന്നാമത് വരുന്ന ആൾ ചിലപ്പോൾ അദ്ദേഹത്തിന് എന്ത് കിട്ടും, അഡ്വൈസ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ വൈസ് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനു വേണ്ടി മുതിരില്ലായിരുന്നു. 53 മാർക്കാണ് വന്നിരിക്കുന്നത്. ഇതിൽ 4ാമതായിട്ട് വന്നിരിക്കുന്ന അവസാനത്തെ ആൾക്ക് കിട്ടിയിരിക്കുന്നത് 46 മാർക്കാണ്. അപ്പോൾ ഈ റൊട്ടേഷൻ ബേസിൽ കളിക്കുമ്പോൾ ചിലപ്പോൾ ഇദ്ദേഹത്തിന് ഈ 1ാം റാങ്കുകാരന് കിട്ടാനുള്ള സാധ്യതയുണ്ട്, ചിലപ്പോൾ കിട്ടാതെ ഇരിക്കും. അതൊന്നും നമ്മുടെ കൈകളിലല്ല, അതല്ല PSCയുടെ കയ്യിൽ റൊട്ടേഷൻ്റെ ബേസിലാണ്. ഇനിയും ഇത്രയും കോൺടെസ്റ്റുകളിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, മാർക്ക് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു പരീക്ഷയുടെ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60-ന് മുകളിലേക്ക് നമ്മൾ സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഒരു ശരാശരി നമുക്ക് ജോലി കിട്ടുകയുള്ളൂ. അതിപ്പോൾ ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരാണെങ്കിലും എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ഈ ഒരു മാർക്ക് നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ഒരു റിസ്ക് ഇല്ലാതെ നമുക്ക് ഈ പരീക്ഷയെ ഫേസ് ചെയ്യാനും ജോലി കിട്ടാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല ടെക്നിക്കൽ എക്സാം ആയതുകൊണ്ട് തന്നെ ഓപ്പൺ പ്ലാറ്റ്ഫോമുകളുടെ കോമ്പറ്റീഷൻ ബാക്കിയുള്ള എക്സാമുകളെക്കാളും കുറവാണ്. ഒരു LDCയോ അങ്ങനെയൊക്കെയുള്ള മേഖലകളിലേക്ക് പോകുമ്പോൾ ഉള്ള ഡിഫിക്കൽട്ടി ലെവൽ കുറവാണ്. പ്രത്യേകിച്ചും ഇതിനകത്തുള്ള ഫിസിക്സ് കെമിസ്ട്രി ഒഴികെയുള്ള സബ്ജക്റ്റുകളിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കണം. അത് വേണ്ട എന്നല്ല, ബാക്കിയുള്ള സബ്ജക്റ്റുകൾ കോൺസ്റ്റിറ്റ്യൂഷൻ പോലുള്ള പേപ്പറുകൾ കുറച്ചും കൂടി നന്നായിട്ട് പഠിച്ച് ഡിഗ്രി ലെവലിൽ തന്നെ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഏതാണ്ട് 1ാം റാങ്കിന് തതുല്യമായ മാർക്കിലേക്കൊക്കെ എത്താൻ പറ്റും. വളരെ നിസ്സാരമായിട്ട് തന്നെ എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വിജയാശംസകൾ. ഈ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.